ഓരോ കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിനെ a+ib എന്ന് പറയുന്ന ഫോമിലോട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന ഓരോ കോംപ്ലക്സ് നമ്പറിനെയും എന്ത് ഫോമിൽ എഴുതണം? a+ib എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. ഞാൻ ഓരോന്നായിട്ടൊന്ന് സ്ക്രീൻ ചെയ്ത് കാണിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച ദേവനന്ദേ. 5y into -3/5i. 5y into -3/5i. ഇതിനെയാണ് എന്ത് ഫോമിൽ എഴുതേണ്ടത്? a+ib ഫോം. അപ്പോൾ ദേവനന്ദ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഒന്ന് പറഞ്ഞാട്ടെ. 5 into i 5 into i into -3/5 into i into i. പറഞ്ഞോ. 5ഉം 5 കൂടെ ക്യാൻസൽ ആയി അല്ലേ? അപ്പൊ -3 into i² വരും. അതേണ്ട, i into i² വരും. -3 into i² ഈക്വൽ -3 into i² എത്ര? -1. -3 into -1 3. പക്ഷെ ഇതിനെ എന്ത് ഫോമിൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്? a+ib ഫോമിൽ. അപ്പൊ എങ്ങനെ എഴുതും? 3 plus i0 അല്ലെങ്കിൽ 3 0i. 3 plus 0i. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. അപ്പോ രണ്ടാമത്തെ കണക്ക്, അതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മിത്ര വായിച്ചേ. I raised to 9 plus I raised to 90. I raised to 9 plus I raised to 90. നോക്കിക്കോളൂ. 90. അത് നമ്മൾ I raised to 9 എടുത്തു. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഈവൻ നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാം മിത്രേ? ഈ 9 ഒരു ഓഡ് നമ്പരാ. അതിന്റെ തൊട്ട് മുമ്പുള്ള ഈവൻ നമ്പർ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? I raised to 8 into 1. I raised to 8 into i ചെയ്യുമ്പോഴാണ് i² കിട്ടുന്നത്, അല്ലയോ? a raised to m into a raised to n ചെയ്യുമ്പോഴല്ലേ a raised to m plus n കിട്ടുന്നത്. അപ്പൊ I raised to 8ഉം i എന്ന് പറഞ്ഞാൽ I raised to 1ഉം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴല്ലേ I raised to 9 കിട്ടുന്നത്. അതെ സാർ. ഓക്കെ, ഇതിലെ I raised to 8നെ നമുക്ക് I square 4. the whole raised to 4 എന്ന് എഴുതാം. കാരണം a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ ആരാണ്? A raised to mn. അപ്പൊ 2 4 ഗുണിച്ചാൽ 8 കിട്ടുമല്ലോ. കിട്ടും സാർ. I² എത്ര? I square -1. the whole raised to 4 into i. ഇനി നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 4 എന്ത് നമ്പർ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ വന്നാൽ ആൻസർ പ്ലസോ മൈനസോ? പ്ലസ്. അപ്പോ പിന്നെ 1നെ 4 പ്രാവശ്യം ഗുണിക്കണം. ഉത്തരം 1. അപ്പൊ 1 into i. 1 into i എത്ര? I. അപ്പൊ I raised to 9 ചെയ്തതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്വിനി എ ഇതുപോലെ I raised to 19 എന്ന് പറഞ്ഞേ. I raised to 19 is equal to I raised to 18 into i. ഓക്കെ, I square the whole raised to ആ നമ്പർ അറിയാൻ ഈ 18നെ ഈ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 9 നോക്കിക്കേ, 2 9 ഗുണിച്ചാൽ 18 കിട്ടത്തില്ലേ? ഇൻറ്റു i square എത്ര? -1 the whole raised to 9 into i. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന നമ്പർ എന്ത് നമ്പർ?
നെഗറ്റീവ്. നെഗറ്റീവ് നമ്പർ. അതിന്റെ പവറായിട്ട് കിടക്കുന്ന 9 എന്ത് നമ്പർ? ഓഡ് നമ്പർ. ഓഡ് നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ നെഗറ്റീവ്. നെഗറ്റീവ്. ഇനി 1നെ 9 പ്രാവശ്യം ഗുണിച്ചാൽ -1. അല്ല 1 ഇൻറ്റു ഐ. അപ്പൊ -1 ഇൻറ്റു ഐ ഈക്വൽ -i. ഓക്കെ. I⁻19 കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ. ലക്ഷ്മി പ്രസാദ് ഉണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. എന്തോ ലക്ഷ്മി നമ്മുടെ ചോദ്യം? നമ്മുടെ ചോദ്യം എന്തോ? I⁻9 plus I⁻19. 19 ഈക്വൽ I⁻9ന്റെ വില എത്ര? I പ്ലസ് I⁻19ന്റെ വില -i. ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ ഉത്തരം എന്തോ കിട്ടും? ഐയും -iയും കൂടെ കൂട്ടിയാൽ ഐയും -iയും കൂടെ കൂട്ടിയാൽ ഉത്തരം 2ഉം -2 കൂടെ കൂട്ടിയാൽ എന്ത് ഉത്തരം? 2ഉം -2 കൂടെ കൂട്ടിയാൽ എന്തായിരിക്കും ഉത്തരം? 2. അത് കൊള്ളാം. 3ഉം -3 0. അപ്പൊ ഐയും -iയും കൂടെ കൂട്ടിയാലോ? 0. നമ്മളോട് ഉത്തരം ഏത് രൂപത്തിൽ എഴുതാനാ പറഞ്ഞേക്കുന്നേ? A plus IB. അപ്പൊ എങ്ങനെ എഴുതും? 0 plus 0 പ്ലസ് I0. 0 പ്ലസ് I0. അവിടെ കിട്ടി എല്ലാവർക്കും? മനസ്സിലായി സാർ. ഓക്കെ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ചെക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? അപ്പോ അടുത്ത കണക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 അപ്പം 3ാമത്തെ ചോദ്യം നമ്മുടെ അശ്വിനി ശ്രീകുമാർ എന്ന് വായിച്ചേ. സാർ, I⁻39. I⁻39. ഓക്കെ. എല്ലാവരും പേനൊക്കെ താത്തു ശ്രദ്ധിച്ചിരിക്കുക. അത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് എഴുതും. അപ്പൊ അശ്വിനി, ഇതിപ്പോ എന്ത് രൂപത്തിലാണ്? കോംപ്ലക്സ് നമ്പറിന്റെ രൂപത്തിൽ. A⁻n. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 1/I⁻39. അപ്പൊ ഇതിനെ നമുക്ക് 1/I⁻39. ദിസ് ഈസ് ഈക്വൽ ടു 1/, ഈ 39നെ അതിന് തൊട്ട് മുമ്പുള്ള ഈവൻ നമ്പർ വരത്തക്ക വിധത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. പറഞ്ഞാട്ടെ. I⁻38 into I. I⁻38 into I ഈക്വൽ 1/, I⁻38നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? I⁻2. I⁻2, അതായത് I square the whole raised to 19. 38നെ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 19 into I ഈക്വൽ 1/, I സ്ക്വയർ എത്ര? -1. അപ്പൊ -1 the whole raised to 19 into I ഈക്വൽ 1/, നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് കിടക്കുന്ന 19 എന്ത് നമ്പർ? ഓഡ് നമ്പർ. ഓഡ് നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ എന്ത് വരും? നെഗറ്റീവ് വരും. 1നെ 19 പ്രാവശ്യം ഗുണിച്ചാൽ 1 into I ഈക്വൽ 1/, -1 into I. -I. ഓക്കെ. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന മൈനസ് എടുത്ത് എവിടെ കൊടുക്കാം? ന്യൂമറേറ്റർ. അപ്പൊ -1/I ആണോ? ഓക്കെ. ഡിനോമിനേറ്ററിൽ I വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? താഴെ മുകളിലും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ പറഞ്ഞാട്ടെ. -1 into divided by I into I. I into I. -1 into I -I divided by I into I I square ഈക്വൽ -I divided by I square എത്ര? -1. ഓക്കെ. നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്.
ഐ ഡിവൈഡഡ് ബൈ 1 ഐ. പക്ഷെ ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്ന എന്ത് ഫോമിൽ എഴുതാനാ? A plus IB. അപ്പൊ എങ്ങനെയാണ് നമ്മള് 0 plus I. ഐ അല്ലെങ്കിൽ 0 പ്ലസ് 1i. ഇപ്പം ഇത് എ പ്ലസ് ഐ ബി ഫോമിലായോ? I. ഇതിൽ എയുടെ വില എത്ര? 0. ബിയുടെ വില I. 1I. 1i. 1i ആണ് ബിയുടെ വില. ബിയുടെ വില എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐയുടെ കൂടെ വരുന്ന ആളിനെ അല്ലേ നമ്മൾ ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ പ്രോബ്ലം ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? ഈ പ്രോബ്ലം ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ധൈര്യമായിട്ട് ചോദിച്ചാട്ടെ. സാർ 0 പ്ലസ് ഐ 0 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? പറ്റത്തില്ല. 0 പ്ലസ് ഐ 0 എന്ന് പറഞ്ഞാൽ 0യാ. ഇത് ഐ ആണ്. ഐയെ നമുക്ക് 0 പ്ലസ് ഐയുടെ കോയഫിഷ്യന്റ് ആയിട്ട് ആര് എഴുതാൻ പറ്റത്തുള്ളൂ? 0 എഴുതലിന്റെ അർത്ഥം ആ ഐയും അവിടെ ഇല്ലെന്നല്ലേ അർത്ഥം. അതായത് ഇമാജിനറി പാർട്ട് അവിടെ ഇല്ലെന്നല്ലേ അർത്ഥം. പക്ഷെ ഇവിടെ ഏത് പാർട്ടുണ്ട്? ഇമാജിനറി പാർട്ട് ഉണ്ട്. കിട്ടിയോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഇതാരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? ഇത് ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എഴുതി കഴിയുമ്പോ എന്നോട് പറയണം കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 4. മാധവ് ഉണ്ടോ ക്ലാസ്സിൽ? മാധവ് ആസിഫ് മിണ്ടാതിരിക്കുന്നവരൊക്കെ അടുത്ത ദിവസം ക്ലാസ് വരുമ്പോൾ നമുക്ക് ആവശ്യമായ പരിഗണന തരാം കേട്ടോ. ആസിഫ്. അമലുണ്ടോ? അമൽ ഇല്ല. അഭിനവ് ശ്രാവൺ. സാർ ശ്രാവണെ 4ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. 3 7 plus I7 plus അയ്യോ അങ്ങനല്ല. 3 into 7 ബ്രാക്കറ്റ് വെച്ചാൽ ഇന്നല്ലേ അർത്ഥം? I7 plus I into 7 plus I7. 7 plus I7. ഓക്കെ. അപ്പൊ നമ്മൾ ആൻസർ എന്ന് എഴുതുന്നു. ചോദ്യം ഒന്നുകൂടി എടുത്തെഴുതുന്നു. പറഞ്ഞാട്ടെ ശ്രാവൺ എങ്ങനെയാണ് ഇത് ചെയ്തത്? 21 plus നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഗുണിക്കുന്ന പോലെ ഗുണിക്കുന്നു. 3 into 7 21 plus 21 I എന്തോ 21 I അടുത്തത് plus 7I plus 7I plus I square 7. I square into 7 നമുക്ക് 7I square എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്തതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 21 plus ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 21iയും 7iയും കൂടെ ആഡ് ചെയ്താൽ 28i. 28i പ്ലസ് 7 into I സ്ക്വയർ -1. അപ്പൊ 21 പ്ലസ് 28i 7 into -1 -7. -7. 21ൽ നിന്ന് 7 കുറയ്ക്കണം. 14. 14 പ്ലസ് 28i. ഇപ്പൊ ഇത് എ പ്ലസ് ഐ ബി ഫോമിലായോ ശ്രാവൺ? ആയി. എ ആരാ? 14. ബി ആരാ? 28. നിങ്ങളുടെ ആൻസർ ശരിയാണോ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം.